my first solo journey in a Finnish train. And today, iconic ആയിട്ടുള്ള ഹെൽസിങ്കിയിലെ ചില ലൊക്കേഷൻസ് ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഹെൽസിങ്കി ആണ് ഫിൻലാൻഡിന്റെ ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് ദ ബിസിയസ്റ്റ് സിറ്റി പോപ്പുലേഷൻ വൈസ് ആണെങ്കിലും ഡെയിലി ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടാണെങ്കിലും. സോ ടുഡേ ആസ് എ ടൂറിസ്റ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബിസി സിറ്റിയിലോട്ട് പോകാൻ പോണത്. സോ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ദാറ്റ് ഐ നോട്ടീസ്ഡ് എല്ലാം ഞാൻ പറയാം. അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ്. അത് പ്യുവർ സൈലൻസ് ആണ്. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആണ്. അതുപോലെ ഒട്ടും കൺജസ്റ്റഡ് അല്ല. നമുക്ക് നല്ലതായിട്ട് സൗകര്യം ഉണ്ട് അകത്ത്. ട്രെയിനിന്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര പങ്ക്ച്വൽ ആണ്. അതുപോലെ നല്ല ഫാസ്റ്റ് ആണ്. ഇപ്പം ലെപ്പവാരയിൽ നിന്ന് നമുക്ക് ഹെൽസിങ്കി പോകാൻ വെറും 13 minutes മതി. ഇറ്റ്സ് കവറിങ് അറൌണ്ട് 14 kilometers. ഓൾമോസ്റ്റ് എല്ലാ പബ്ലിക് പ്ലേസസിലും ഫ്രീ വൈഫൈസ് അവൈലബിൾ ആണ്. അതുപോലെ ചാർജിങ് സ്ലോട്ട്സും അവൈലബിൾ ആണ്. പക്ഷെ ഓൺലി തിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ യൂറോപ്യൻ ടൈപ്പ് പിന്ന് നമ്മുടെ കയ്യിൽ വേണം. ടിക്കറ്റ്സിന്റെ കേസിൽ HSL ട്രാവൽ കാർഡ്സ് യൂസ് ചെയ്യാം, വിച്ച് ഈസ് റീചാർജബിൾ. അല്ലെങ്കിൽ ആപ്പ് വഴി ഡിജിറ്റൽ ടിക്കറ്റ്സ് എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കാം. ഞാൻ അങ്ങനെയാണ് എടുത്തത്. ക്യാഷ് യൂസ് ചെയ്തും എടുക്കാം, കാർഡ് യൂസ് ചെയ്തും എടുക്കാം. സോ എഗൈൻ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് €3.50 വേണ്ടത്. എൻ്റെ അപ്പോൾ €4 ആയിട്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇവിടെ ആഡ് ചെയ്തത് സോ യു ക്യാൻ നോ എങ്ങനെയാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. ആക്ച്വലി ഞാൻ ലെപ്പവാരയിൽ നിന്ന് കയറിയപ്പം എനിക്ക് പൈസ യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ബട്ട് നൗ ഹിയർ കാർഡ് മാത്രമേ അക്സെപ്റ്റബിൾ ഉള്ളൂ. സോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കാർഡ് എന്ന് വെച്ചാൽ മസ്റ്റ് ആയിട്ടുള്ള കയ്യിൽ കരുതണം. സോ ഞാനിവിടെ ഇൻ്റർനാഷണൽ ഫോറക്സ് കാർഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. മിക്കപ്പോഴും ചേച്ചി ഉണ്ടാവാറ്. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നപ്പോഴാണെങ്കിലും അമ്മയുടെ ബ്രദേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എപ്പോഴും. ബട്ട് ദെൻ ദിസ് ടൈം ഞാൻ ഓർത്തു ഒറ്റയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ എങ്ങനെയായിരിക്കും എനിക്ക് തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. ബട്ട് റിയലി ഇറ്റ് ഫെൽറ്റ് സോ ഗുഡ്. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം തോന്നും. സോ നൗ ട്രെയിനിലൂടെ ഞാൻ എന്തൊക്കെ കാഴ്ചകൾ കണ്ടു എന്ന് നിങ്ങൾ നോക്ക് കേട്ടോ. ഹെൽസിങ്കിയിലെത്തി. ഈ പേർപ്പിൾ കളർ ട്രെയിൻസ് എന്ന് പറയുന്നത് ഷോർട്ട് റൂട്ട് ട്രെയിൻസ് ആണ്. ദാറ്റ് മീൻസ് 5 to 30 minutes ട്രിപ്സ് ആണ്. ബട്ട് തന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇന്റർസിറ്റി അല്ലെങ്കിൽ റീജിയണൽ ട്രെയിൻസ് ആണ്. അതായത് 1 to 10+ hours വരെ ട്രാവൽ ചെയ്യേണ്ട ട്രെയിൻസ്. താൻപെരെ, ലാത്തി അങ്ങനെ പല സ്ഥലത്തൊക്കെ പോകാനായിട്ടാണ്. ആൻഡ് എവിടെയും നമ്മുടെ വഴികാട്ടി എന്ന് പറയുന്നത് പോലെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് ഞാനും പോകുന്നത്. കുറച്ച് ലൊക്കേഷൻസിൽ പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓഡി ലൈബ്രറിയാണ്. ഓഫ്കോഴ്സ് ഫിൻലാൻഡിന് കുറെ ടൈറ്റിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെൽസിങ്കിക്ക് ഒരു പ്രത്യേക ടൈറ്റിൽ ഉണ്ട്, വിച്ച് ഈസ് ക്ലീനസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ക്യാപിറ്റൽ സിറ്റി ഇൻ ദ വേൾഡ്. ബിക്കോസ് നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സേഫ് ആയിട്ടും ഭയങ്കര പീസ്ഫുൾ ആയിട്ടും ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് ഓണസ്റ്റ്ലി ഫീൽ ചെയ്ത കാര്യമാണ്. എല്ലാവരും അവരവരുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള പോലെയാണ്. ആൻഡ് ഹെൽസിങ്കിയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം എന്ന് പറയുന്നത് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. അപ്പം ഞാൻ ബക്കറ്റ് ലിസ്റ്റിൽ എടുത്തു വെച്ച സ്ഥലങ്ങളെല്ലാം എന്ന് പറയുന്നത് ഒരു 3 kilometers അത്രേന്ത്യയൊക്കെ ഉള്ളിൽ തന്നെയാണ്. ഇൻ 2012 ഹെൽസിങ്കിനെ നെയിം ചെയ്തിരിക്കുന്നത് വേൾഡ് ഡിസൈൻ ക്യാപിറ്റൽ എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബിൽഡിങ്സ് എല്ലാത്തിനും കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. മോർ ദാൻ 1/3 ഓഫ് ഹെൽസിങ്കി എന്ന് പറയുന്നത് പാർക്സും ഗ്രീൻ സ്പേസസും ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഓഡി പബ്ലിക് ലൈബ്രറി ആണ്. ആൻഡ് ഇതെന്ന് വെച്ചാൽ വളരെ ഹ്യൂജ് ആണ്. ആൻഡ് വേൾഡിൽ തന്നെ മോസ്റ്റ് മോഡേൺ ആൻഡ് ഇന്നോവേറ്റീവ് ലൈബ്രറി ആണ്. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ബുക്ക് വായിക്കാന്നുള്ളതിലുപരി അത് കൂടാതെ ഒരുപാടുണ്ട്. സോ ഞാൻ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് പോകുന്ന ആ സ്റ്റെപ്സ് ആട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു.
ആക്ച്വലി എൻ്റെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡി എന്ന് പറയുമ്പോൾ ഒരു ലൈബ്രറി മാത്രമാണെന്നാണ്. പക്ഷെ ഞാനിങ്ങനെ നടന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോൾ അത് ആക്ച്വലി ഒരു 3D പ്രിന്റിങ്ങും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പേസ് ആയിരുന്നു. സോ എനിക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷനായി അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി സ്റ്റെപ്പ് കയറി ലൈബ്രറി തന്നെ ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. ഐ വിൽ ടോക്ക് അബൌട്ട് ലൈബ്രറി. അതിനുശേഷം നമ്മൾ 3D പ്രിന്റിങ് ആ ഏരിയയിൽ പോകുന്നുണ്ട്. ചെന്നപ്പോൾ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് വാസ് ലൈക്ക് നമ്മൾ ഈ സിനിമയിലും സീരീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്പേസ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് സോ ജൈജാൻറ്റിക്. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. പക്ഷേ ഒരു കാര്യം, ഈ ഫ്ലോർ ഉണ്ടല്ലോ ഭയങ്കര ഇങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള ഫ്ലോർ ആയിരുന്നു. അത് കാരണം എനിക്കിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വീഴാൻ പോണ പോലെ ഫീൽ ചെയ്യുക. കാര്യം വെച്ചാൽ ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള സ്ഥലം ആയത് കാരണേ നമുക്കിങ്ങനെ പയ്യെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ വല്ല ഉരുണ്ട് താഴ്ത്ത് വീണാലോ എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെ വല്ല വീണ് കഴിഞ്ഞാൽ നാണക്കേടായത്. ഞാൻ എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് കുത്താമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാനാണെങ്കിൽ യൂറോപ്യൻ പിൻ എടുത്തില്ല. അപ്പം അത് കാരണം എനിക്ക് ചാർജ് കുത്താൻ പറ്റിയില്ല. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് സെൽഫി വീഡിയോസ് എല്ലാം എടുത്തു. ഫോണിൻ്റെ ചാർജ് തീരുന്നത് വരെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓടി ലൈബ്രറി നല്ലതായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ പോകാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നല്ലോ. സോ അങ്ങോട്ടേക്ക് നടക്കുവാണ്. ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നപ്പോൾ എല്ലാവരും അവിടെ നിന്ന് സ്വസ്ഥമായി ചാർജൊക്കെ ചെയ്ത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം 50% ചാർജ് ഉണ്ട്. എന്നാലും വേണമെങ്കിൽ 100 ആക്കായിരുന്നു. സാരില്ല. ഇവിടെ 3D പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു. അതുപോലെ കണ്ടോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ വന്നിട്ട് അപ്പുറത്തായിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ്റിങ്ങിൻ്റെ ഓരോ സെക്ഷൻസ് ആണ്. പിന്നെ ഇതാണ് ഗിറ്റാർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ വായിക്കാനുള്ള സ്പേസ് ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ ഞാനാണെങ്കിൽ ചാർജർ ഇവിടുത്തെ ഫിനിഷിൻ്റെ ആ ഡബിൾ പ്ലഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ കയ്യിൽ. നമ്മുടെ കയ്യിലെന്ന് വെച്ചാൽ ഇൻ്റർനാഷണലാണ്. അപ്പം ഞാൻ ആക്ച്വലി എവിടെയെങ്കിലും നമുക്ക് ഈ പബ്ലിക് പ്ലേസസിൽ ഒരുപാട് ചാർജ് ചെയ്യാം ഫോണ്. പക്ഷേ നമ്മൾ ആ പറയണ പോലെ കൈൻഡ് ഓഫ് ആ ഒരു ഡബിൾ പിന്നുള്ള ഒരു ചാർജറില്ലേ, അത് വീട്ടിൽ നിന്ന് എടുക്കണമായിരുന്നു. സോ ഇനി നെക്സ്റ്റ് ഡേ ഇറങ്ങുമ്പോൾ അത് ഓഫ് കോഴ്സ് എടുക്കണം. ബിക്കോസ് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാന്നൊക്കെയുള്ള. അപ്പോൾ ഫോണിലെ ചാർജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൊരു ഒരു വിഷമമുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യത്തിനൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോണിലെ ചാർജിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. സോ അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള ഓഡി ലൈബ്രറി കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു പ്യുവർ സൈലൻസ് ഉള്ള ഒരു ചർച്ചിലോട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിലാണ് ഇടുന്നത്. ആൻഡ് അങ്ങോട്ടേക്ക് നടക്കാമെന്നുള്ളതും വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് നേരെ നടക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇത്രയും ബിസി സിറ്റിയുടെ ഇടയ്ക്ക് ഇത്രയും പ്യുവർ സൈലൻസ്, പെർഫെക്റ്റ് സൈലൻസിലുള്ള ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് വൗ. സോ ഐ വിൽ ഷോ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.